കർഷക പ്രക്ഷോഭത്തിന്റെ മൂന്നാം ദിവസം രാവിലെ സ്ഥിതിഗതികൾ ഇവിടെ ശംഭു അതിർത്തിയിൽ സമാധാനപരമാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ശംഭു അതിർത്തിയിലെ ഈ കങ്കർ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ പാതയിൽ ഹരിയാന പോലീസ് കാവൽ നിൽക്കുന്നുണ്ട്. വലിയ ബന്ദോബസ്തുണ്ട്. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, പാലത്തിന്റെ അപ്പുറത്തെ ഭാഗത്തും വലിയ പോലീസ് സന്നാഹം, അർദ്ധസൈനിക വിഭാഗം ഒക്കെയുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി പോലീസ് പ്രയോഗിച്ച ടീയർ ഷെല്ലുകളുടെ ബാക്കി ഒരുപാട് എണ്ണം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ്ട് 70ഓളം കർഷകർക്കാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ നടന്ന സംഘർഷത്തിൽ പരിക്ക് പറ്റിയത്. ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 7-8 കിലോമീറ്റർ അപ്പുറത്തുള്ള സർക്കാർ ആശുപത്രിയിൽ അവർ ചികിത്സയിൽ കഴിയുന്നു. ഇപ്പോഴും ഈ രാവിലെ കർഷകർ ഇവിടെ നിന്ന്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ മാറി ട്രാക്ടറുകളുണ്ട്. ആ ട്രാക്ടറുകൾ 3 കിലോമീറ്ററിലധികം ദൂരം നീണ്ടു കിടക്കുന്നുണ്ട്. ഭക്ഷണം തയ്യാറാക്കിയും ഒപ്പം തന്നെ മറ്റ് പ്രഭാത കർമ്മങ്ങളിലെല്ലാം മുഴുകി കർഷകർ അവിടെ നിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കർഷക പ്രതിനിധികൾ ചണ്ഡീഗഡിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയിൽ ഒരു നല്ല തീരുമാനം വരുമെന്ന പ്രതീക്ഷ കർഷക പ്രതിനിധികൾ പങ്കുവെക്കുന്നുമുണ്ട്. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് കർഷകർ തുടർച്ചയായി പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇന്നലത്തെ ടിയർ ഗ്യാസ് പ്രയോഗം. ആ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ ഉള്ള അതിൻ്റെ ബാക്കിയെല്ലാം വൃത്തിയാക്കുകയാണ് ഇവിടെ കർഷക പ്രതിനിധികൾ ചെയ്യുന്നത്. കർഷക പ്രതിനിധികൾ പട്ടം പറത്തുന്നതിൻ്റെ കൂടി ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം. ഈ പട്ടം വെറുതെ ആസ്വാദനത്തിന് വേണ്ടി പറത്തുന്നതല്ല. ടിയർ ഗ്യാസ് ഷെല്ലുകൾ ഡ്രോൺ ഉപയോഗിച്ച് കർഷകർക്ക് നേരെ പ്രയോഗിക്കുന്നതിൻ്റെ കാഴ്ചയായിരുന്നു. അങ്ങനെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിച്ചപ്പോൾ, കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോൾ, ആ ഡ്രോണുകളെ താഴെ ഇറക്കാൻ വേണ്ടി പട്ടം പറത്തി പ്രതിരോധം തീർക്കുകയായിരുന്നു കർഷകർ. അങ്ങനെ കഴിഞ്ഞ ദിവസം പറത്തിയ പട്ടത്തിന്റെ ബാക്കി വീണ്ടും പറത്താൻ ശ്രമിക്കുകയാണ് ഇവിടെയുള്ള കർഷകർ. कैसे भैया? ठीक है भैया, ये ड्रोन उसको गिराया था। पंजाब और हरियाणा की जवानी ने इस पतंगों से ड्रोन गिराया है। आज फिर गिराएंगे। आज हम साउथ सरिया कार आज 20 पतंग चाड़ेंगे। 20 ये देखिए, ये चल रहे हैं गोले, ये 2-3 दिन से चल रहे हैं। एक्सपायरी डेट वाले ഡേറ്റ് കഴിഞ്ഞ ടിയർ ഗ്യാസ് ആണ് പൊട്ടിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഡേറ്റ് കാണുന്നുണ്ട് 10/2023. പക്ഷേ ഈ ഡേറ്റ് കഴിഞ്ഞതാണ് ഇവർക്കെതിരെ ഉപയോഗിച്ചത്. ഡേറ്റ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ കർഷകർക്കെതിരെ തുടർച്ചയായി ടിയർ ഗ്യാസ് ഷെല്ല് പ്രയോഗിക്കുന്നതിൻ്റെ കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ രാത്രിയും വൈകിട്ടും ഒക്കെ ഇവിടെ കണ്ടത്. എന്തായാലും കർഷകർ രാവിലെ തന്നെ കൊടികളുമായി ഈ അതിർത്തിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അവർ ഇന്ന് അതിർത്തി കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം 5 മണിക്ക് ചർച്ച. അപ്പോൾ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകൂ. ആ സമയം, ചർച്ച നടക്കുന്ന സമയം വരെ ഞങ്ങളിവിടെ ഇരിക്കും എന്നാണ് കർഷക നേതാക്കൾ പറഞ്ഞത്. ഇവിടെ കർഷക നേതാവ് സംസാരിക്കുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ਸਟੇਡੀਅਮ ਦੀ ਜੇਲ੍ਹ ਬਣੀ ਹੋਈ ਹੈ। ਤੁਹਾਨੂੰ ਆਪਾਂ ਨੂੰ ਆਹੀ ਬੇਨਤੀ ਹੈ, ਹੱਥ ਜੋੜ ਕੇ ਆਪਾਂ ਹੱਥ ਜੋੜਦੇ ਹਾਂ। ਅਸੀਂ ਕਿਸੇ ਦੇ ਵਿਰੋਧੀ ਨਹੀਂ ਹੈਗੇ। ਆਪਾਂ ਹੀ ਹੋ ਜਿਹੜੀ ਰਣਨੀਤੀ ਤੋਂ ਬਿਨਾਂ ਅੱਗੇ ਨਹੀਂ ਵਧਿਆ ਜਾਣਾ ਚਾਹੀਦਾ. കർഷകരോട് എങ്ങനെ പെരുമാറണം, ഇടപെടണം, മുന്നോട്ട് പോകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നേതാവ് വിശദീകരിച്ചു കൊടുക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ രാവിലെ ഈ പ്രക്ഷോഭ ഭൂമിയിൽ നിന്ന് കണ്ടത്. അധികം അവിടേക്ക് പോകുന്നില്ല. അവിടെ മുഴുവൻ ട്രാക്ടറുകളാണ്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും തുടർ മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാക്കാം. എന്തായാലും കർഷക സമര പ്രക്ഷോഭ ഭൂമി രാവിലെ സമാധാനപരമായിട്ടാണ്. വൈകിട്ട് ചർച്ച നടക്കും. ചർച്ചയിൽ കർഷകർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റപ്പെട്ടിട്ടില്ല എങ്കിൽ ഡൽഹിയിലേക്ക് പോകും എന്ന് കർഷകർ പറയുന്നുമുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.